മൈക്ക് ഉറക്ക ഗുളികകൾ വായിൽ തിരുകി. പക്ഷേ അബദ്ധത്തിൽ ധാരാളം ഗുളികകൾ കഴിച്ചു. ഭാഗ്യവശാൽ വീട്ടുടമസ്ഥൻ അവനെ രക്ഷിച്ചു. അവൻ ഉണർന്നപ്പോൾ തന്റെ അരികിൽ ഒരാൾ പുകവലിക്കുന്നത് കണ്ടു. ഒരു നഴ്സ് അവനെ തടയാൻ ഓടിയെത്തി. പുകവലിക്കുന്നയാൾ താനാണെന്ന് അയാൾക്ക് മനസ്സിലായി. മറ്റാർക്കും ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് താനൊരു പ്രേതത്തെയാണ് കാണുന്നതെന്ന് മൈക്ക് മനസ്സിലാക്കി. മൈക്കിന് അവയെ കാണാൻ കഴിയുമെന്ന് അവർ കണ്ടെത്തിയപ്പോൾ 4 പ്രേതങ്ങൾ അയാളുടെ മേൽ പറ്റിപ്പിടിച്ചു. അതിനാൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. പുകവലിക്കുന്നയാൾ അയാളെ പിടികൂടി 400-ലധികം സിഗരറ്റുകൾ ഒറ്റയടിക്ക് വലിക്കാൻ നിർബന്ധിച്ചു. പിന്നെ ഒരു കൊച്ചുകുട്ടി അയാളെ പിടികൂടി ലഘുഭക്ഷണം കഴിപ്പിച്ചു. വൃദ്ധൻ എല്ലാ രാത്രിയും 20 കുപ്പി മദ്യം കുടിപ്പിച്ചു. മൈക്ക് ബാൽക്കണിയിലേക്ക് ഓടിക്കയറി അയൽക്കാരെ ശല്യപ്പെടുത്തി. അയാൾ ഒരു വൃത്തികെട്ടവനാണെന്ന് കരുതി അവർ അയാളെ പുറത്താക്കാൻ ഒത്തുകൂടി. അപ്പോൾ കരയുന്ന സ്ത്രീ അയാളെ പിടികൂടി. അവൾ വളരെയധികം കരഞ്ഞു. അയൽക്കാർ പോലും കണ്ണീരോടെ കരഞ്ഞു. അവനെ ഇവിടെ തന്നെ നിർത്താൻ തീരുമാനിച്ചു. എന്നിരുന്നാലും മൈക്കിന്റെ ശരീരം അങ്ങേയറ്റം ദുർബലമായി. അത് സഹിക്കാൻ കഴിയാതെ അയാൾ ഒരു മാസ്റ്ററിന്റെ സഹായം തേടാൻ പോയി. പ്രേതങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയതിനു ശേഷം മാത്രമേ പോകൂ എന്ന് മാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു. വൃദ്ധന്റെ ആഗ്രഹം ഒരു ക്യാമറ തിരികെ നൽകുക എന്നതായിരുന്നു. അങ്ങനെ മൈക്ക് തന്റെ പഴയ ക്യാമറ കണ്ടെത്തി വൃദ്ധന്റെ രോഗിയായ സുഹൃത്തിന് നൽകി. അവന്റെ ആഗ്രഹം നിറവേറ്റി. ആ കൊച്ചുകുട്ടിയുടെ ആഗ്രഹം ഒരു ദിവസം മുഴുവൻ ആസ്വദിക്കുക എന്നതായിരുന്നു. അങ്ങനെ മൈക്ക് അവനെ സിനിമ കാണാൻ കൊണ്ടുപോയി. അവൻ എപ്പോഴും കാണാൻ ആഗ്രഹിച്ചിരുന്ന സിനിമ. അവന്റെ പ്രിയപ്പെട്ട നൂഡിൽസ് കഴിച്ചു. കളിപ്പാട്ടങ്ങൾ വാങ്ങി അവന്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചു. പുകവലിക്കാരൻ ഒരിക്കൽ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. അവന്റെ ആഗ്രഹം അവസാനമായി ഒരിക്കൽ കൂടി ടാക്സി ഓടിക്കുക എന്നതായിരുന്നു. മൈക്ക് അവരെ കടൽത്തീരത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവർ സന്തോഷകരമായ ഒരു ദിവസം ചെലവഴിച്ചു. തിരിച്ചു പോകുമ്പോൾ വഴിയിൽ പോലീസ് അവരെ തടഞ്ഞു. മൈക്കിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കുടുംബവുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ബന്ധുക്കൾ ആരും അവശേഷിച്ചില്ല. പോലീസിന് അദ്ദേഹത്തോട് സഹതാപം തോന്നി. അദ്ദേഹത്തെ വിട്ടയച്ചു. ഒടുവിൽ കരയുന്ന സ്ത്രീയുടെ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. താൻ സ്നേഹിക്കുന്നയാൾക്ക് ഭക്ഷണം പാകം ചെയ്യണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ ആ വ്യക്തി ആരാണെന്ന് അവൾ മറന്നുപോയിരുന്നു. 4 പ്രേതങ്ങൾക്കും വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ മൈക്ക് നിർദ്ദേശിച്ചു. അവൾ സമ്മതിച്ചു. പല വിഭവങ്ങളും തയ്യാറാക്കി. അവർ അവരുടെ മനസ്സ് നിറയുന്നതുവരെ കഴിച്ചു. എല്ലാ പ്രേതങ്ങളുടെയും ആഗ്രഹങ്ങൾ സഫലമായി. പിറ്റേന്ന് അവരെല്ലാം പോയി. എന്നാൽ മൈക്കൊരു അരിയുണ്ട കഴിച്ചപ്പോൾ അയാൾക്ക് പെട്ടെന്നെന്തോ ഓർമ്മ വന്നു. കാരണം അത് അമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്ന ഭക്ഷണത്തിന്റെ അതേ രുചിയായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു തിരിച്ചറിവുണ്ടായി. കരയുന്ന സ്ത്രീ അവന്റെ അമ്മയായിരുന്നു.